ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവത്തിന് പ്രിയരുമായ സഹോദരീ സഹോദരങ്ങളെ, കർത്തൃഭൃത്യന്മാരെ, ഒരിക്കൽ കൂടെ നാം ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾക്ക് കാതോർക്കുകയാണല്ലോ. ദൈവം നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ. ഇന്നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇന്ന് നമുക്ക് നിൽക്കാൻ വേണ്ട കൃപ തന്ന് വചനത്താൽ നമ്മളെ ധന്യരാക്കി വീഴാതെ നിർത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ പ്രതീക്ഷയോടെ കാതോർക്കാം. കർത്താവ് നമ്മോട് നിശ്ചയമായിട്ടും ഇടപെടുമെന്ന് വിശ്വസിക്കാം. നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനങ്ങൾ ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് മഹത്വവും സ്തുതിയും പുകഴ്ചയും എല്ലാം ആവോളം എൻ്റെ ദൈവത്തിൻ്റെ പാതാരവിന്ദത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് ഒരാലോചന പറയാൻ കർത്താവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്നു പാർത്തു. അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും. ആദ്യത്തെ വാക്യം അഥവാ 3-ാം വാക്യത്തിൽ അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം ഹാരാനിൽ വന്നു പാർത്തു. എന്നാൽ കനാനിൽ ദൈവം കൊണ്ടുവന്ന് പാർപ്പിച്ചു. വന്നു പാർത്ത കാലവും കൊണ്ടുവന്ന് പാർപ്പിച്ച കാലവും. ഇത് സ്തേഫാനോസിൻ്റെ പ്രസംഗമധ്യത്തിലാണ്. സ്തേഫാനോസ് പ്രസംഗം തുടങ്ങുമ്പോൾ ആളുകളോട് അബ്രഹാമിനെക്കുറിച്ച് പറയുന്ന പരാമർശമാണ്. ഇസ്രായേലിനെക്കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങിയാണ് സ്തേഫാനോസ്. അബ്രഹാമിനെ പറയാതെ ഇസ്രായേലിനെ പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അബ്രഹാമിലേക്ക് പറഞ്ഞു തുടങ്ങുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മെസൊപ്പൊത്താമിയയിൽ പാർക്കുന്ന കാലം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിടുക എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ട് അബ്രഹാം ഹാരാനിൽ വന്നു പാർത്തു. അതിനുശേഷം ദൈവം അവൻ്റെ അപ്പൻ ഹാരാനിൽ വെച്ച് മരിച്ചതിന് ശേഷം ദൈവം കനാനിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എനിക്കൊരു പ്രത്യേകത തോന്നി. എന്തുകൊണ്ടോ ഈ 2 വാക്യങ്ങൾ ഇന്ന് രാവിലെ വളരെ നേരം ഞാൻ ഈ വാക്യത്തിലേക്ക് നോക്കിയിരുന്നു. ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. കുറേ നേരം സൂക്ഷിച്ചു നോക്കും. യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ ഉറ്റുനോക്കാൻ. ഞാൻ കുറേ നേരം ആകാംക്ഷയോടെ ഉറ്റുനോക്കി. അങ്ങനെ നോക്കുന്ന നേരം എനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നും. ആ സമയത്താണ് അന്തരാത്മാവിനോട് ദൈവാത്മാവ് ഇടപെടുന്നത്. ദൈവമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനത്തെ ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. കർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് പറയട്ടെ. ഇവിടെ ഒരു ദൈവവിളി കേൾക്കുകയാണ് ഒരു മനുഷ്യൻ. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുകയാണ്. എന്താണ് അരുളപ്പാട്? നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിനക്ക് കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് ചെല്ലുക. ഇത് ദൈവം പറഞ്ഞു. പിന്നെ ദൈവം അങ്ങ് സൈലൻ്റായി. ഈ വാക്കിനോട്, ഈ ആഹ്വാനത്തോട്, ഈ പരമവിളിയോട് നാം പ്രതികരിക്കണം. ഇവിടെ അബ്രഹാം തന്നെ, ആരും നിർബന്ധിച്ചില്ല, ദൈവം പിടിച്ചിറക്കിയില്ല, കൂടെ ആളുകളെ വിട്ടില്ല. നീ ഇറങ്ങുന്നില്ലേ, പോകുന്നില്ലേ എന്ന് ആരും വന്ന് ചോദിച്ചില്ല. വീട്ടിലൊരു 7 ദിവസത്തെ ഉപവാസം വെച്ച് ഇത് ദൈവം തന്നെയാണോ വിളിച്ചത് അല്ലയോ എന്നൊന്നും സംശയിച്ചില്ല. ഒന്നും നടന്നില്ലെന്ന്. ദൈവം പറഞ്ഞത് കേട്ട് അബ്രഹാം സ്വദേശം വിട്ട് പാതി വഴി എന്ന് കൂട്ടിക്കോ, ഹാരാൻ, അവിടെ വരെ അബ്രഹാം തനിച്ചു വന്നു. ആരും കൊണ്ടുവന്നതല്ല. ആ വാക്കനുസരിച്ചു. ദൈവവിളി കേട്ടു. തന്നെത്താൻ തീരുമാനമെടുത്തു. തന്നെത്താൻ ഇറങ്ങിത്തിരിച്ചു. നാളെ എന്തെന്ന് വിചാരിക്കാതെ ദൈവത്തെ വിശ്വസിച്ചു. തനിക്കുള്ളവരോടൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അപ്പനടക്കമുള്ള ആളുകളും ഇറങ്ങിപ്പോകുന്നത്. അബ്രഹാമിന് അരുളപ്പാടുണ്ടായി. എങ്കിലും തന്നോടുകൂടെ ലോത്ത്, തേരഹ് ഒക്കെ ഉണ്ടായിരുന്നു. സാറ, ഇവരെല്ലാവരും കൂടി ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഹാരാനിൽ വന്നു പാർത്തു. ആരും കൊണ്ടുവന്നതല്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ദൈവവിളിയുടെ പാതി വഴി ദൈവം അങ്ങനെ കാത്തിരിക്കുക. ഇവൻ ഇറങ്ങുന്നുണ്ടോ,
വരുന്നുണ്ടോ, ഇത് വിശ്വസിക്കുന്നുണ്ടോ, അനുസരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കൊണ്ടിരുത്തിയിട്ട് കിടത്തിയിട്ട് നമ്മൾ മാറി നിന്ന് നോക്കില്ലേ? കുഞ്ഞ് കമന്ന് വീഴുവാണോ, തന്നെത്താൻ ആ പ്രായം ഓർക്കുന്നില്ല, പിടിച്ചെഴുന്നേക്കാൻ ശ്രമിക്കുന്നത്, അമ്മയെ ഇങ്ങനെ തലപൊക്കി എവിടാന്ന് നോക്കുന്നത്. അതുപോലെ ദൈവം തമ്പുരാൻ, ഞാനിതൊക്കെ എൻ്റെ മനസ്സിലങ്ങനെ കാണും. അബ്രഹാമിനെ ഇങ്ങനെ ഉറ്റുനോക്കുക ദൈവം. അബ്രഹാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇറങ്ങുന്നുണ്ടോ, വീട്ടിൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? എന്തെല്ലാം കാര്യം ചെയ്യാൻ ദൈവമക്കളെ. നിങ്ങൾക്കും എനിക്കും ദൈവവിളി ഉണ്ടായിട്ട് വീട്ടിൽ പോലും ഈ കാര്യം മിണ്ടുന്നില്ലല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്നെ അനുഗ്രഹിക്കണേ, എന്നെ ഉയർത്തണേ, എന്നെ ആരും തൊടല്ലേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ എൻ്റെ ദൈവമേ, എന്നെ വിളിച്ച് എൻ്റെ ചങ്കിനകത്ത വിങ്ങലുണ്ട്, എനിക്കിറങ്ങണം എന്നുപോലും പ്രാർത്ഥനയെപ്പോലും ദൈവം തമ്പുരാനോട് പോലും അത് ഞാൻ സ്വീകരിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ടോ ആവോ? ഇപ്പം ദൈവം കാത്തിരിക്കുക. വീട്ടിൽ ഈ കാര്യം പറയുന്നുണ്ടോ? പോകാൻ വേണ്ടി ഷട്ടും തുണിയൊക്കെ തേച്ച് മടക്കുന്നുണ്ടോ? ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അബ്രഹാം തൻ്റെ പ്രിയപ്പെട്ടവരുമായി അവരെയും കൂടി വിളിച്ച് ദേശം വിട്ട് പുറപ്പെടുന്നു. ഹാരാനിൽ വന്നു പാർത്തു. പാതി വഴി തന്നെത്താൻ വന്നു. അവിടെ വെച്ച് ഒരുപക്ഷെ അബ്രഹാമിൻ്റെ അത്താണിയായിരുന്ന അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അബ്രഹാം തന്നെ വന്നു എന്നല്ല, തന്നെ നടന്നു എന്നല്ല, തന്നെത്താൻ കണ്ടുപിടിച്ച് കനാനിൽ ഒരു കണക്കിന് 5-6 വണ്ടി മാറി കയറി മഴയും നനഞ്ഞ് കുന്നും മലയൊക്കെ ചാടി ഇറങ്ങി പാതിരാത്രി ആയപ്പോഴത്തേക്കും ചൂട്ടുകറ്റയും കത്തിച്ചുകൊണ്ട് ഒരു കണക്കിന് പാമ്പ് കടിക്കാതെ വന്ന് കയറി എന്നൊക്കെ ചില ആൾക്കാർ പറയില്ലേ, അതുപോലെ വന്ന് കയറിയെന്നാണോ? ഞാൻ എൻ്റെ തനതായ നാടൻ ശൈലിയിൽ അങ്ങ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. വഴി തെറ്റി അലഞ്ഞ് ഒരു കണക്കിന് വണ്ടിയും കിട്ടാതെ നനഞ്ഞ് ചില സന്ദർഭത്തിലൊക്കെ ഇല്ലേ, ചിലരൊക്കെ വന്നിട്ട് പറയും, എൻ്റെ പൊന്നുമോനെ ആദ്യത്തെ വണ്ടി അങ്ങ് പോയി, പിന്നെ കിട്ടിയില്ല, പിന്നെ കുറേ നേരം നോക്കിയെന്ന് ഓട്ടോയും കിട്ടിയില്ല, പിന്നെ നടന്നു, പിന്നെ ഒരു ചേട്ടൻ എന്നെ കണ്ടു സഹിക്കാൻ വയ്യാതെ കയറ്റി ഒരാൾ നാരങ്ങയോളം മേടിച്ച് വന്നു, പിന്നെ ഒരു കണക്കിന് കുഴിയിൽ വീഴാതെ രാത്രി ആയപ്പോഴത്തേക്ക് ഒരു കണക്കിന് ഇവിടെ വന്നു എന്നല്ലല്ലോ പറഞ്ഞത്. പാതി വഴി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവം അവനെ ഏറ്റെടുത്തു. ഹാരാൻ മുതൽ കനാൻ വരെ അബ്രഹാം തന്നെ നടന്നതല്ല. ഹാരാൻ മുതൽ കനാൻ വരെ അബ്രഹാം വഴി തപ്പിപ്പിടിച്ചതല്ല. അവനല്ല വണ്ടിക്കൂലി മുടക്കിയത്. ഞാൻ എൻ്റെ തനതായ ഭാഷ പറയാട്ടോ. ദൈവം അവനെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൽ നിന്നൊരു സത്യം പറയാം. നിൻ്റെ മേൽ കിടക്കുന്ന ദൈവനിയോഗം ഒന്ന് തിരിച്ചറിഞ്ഞ് കർത്താവ് നിന്നെക്കുറിച്ച് ഇപ്പം കാണുന്നത് പോലെ ഒരു തരം വഴുക പരുവത്തിൽ ഉഴപ്പിത്തല്ലി പ്രാർത്ഥനയൊന്ന് നടത്തി, ക്ഷീണോ ഇല്ലെങ്കിൽ സന്ധിക്ക് ഭിത്തിയെ ചാരിയിരുന്ന് എല്ലാവരും കൂടി ഒരു പാട്ട് പാടി ഉറക്കം തൂങ്ങി പ്രാർത്ഥിച്ച്, അതൊക്കെ വിട്ടിട്ട് ദൈവം വിളിച്ച വിളിയുടെ വിലയറിയുക. നീ ആദ്യം തുടക്കം കുറിക്കുക, നീ ആദ്യം ഇറങ്ങിത്തിരിക്കുക, നീ ആദ്യം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, നീ ആദ്യം തന്നെയാണെങ്കിലും വരാൻ പറ്റുന്നിടത്തോളം ഹാരാൻ വരെ അവിടെ വരെ എത്തുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങൾ പ്രതികൂലം. അപ്പം മരിക്കുക എന്ന് പറഞ്ഞത് ഒരു അനുകൂലമല്ലല്ലോ, പ്രതികൂലമല്ലേ. അവിടെ വെച്ച് ചിറകൊടിഞ്ഞ് കാണും, പ്രതീക്ഷ നഷ്ടപ്പെട്ട് കാണും. പക്ഷെ അവിടെ ദൈവം ഇട്ടിട്ട് പോകില്ല. നിഴലുപോലെ പിന്തുടരുന്നവൻ ഹാരാൻ മുതൽ അബ്രഹാമിനെ നയിച്ചു, നടത്തി, കൈപിടിച്ചു, കൊണ്ടുവന്നു. തന്നെ നടത്തിയില്ല, പൊക്കോളാൻ പറഞ്ഞില്ല, ഏതെങ്കിലും വഴി കൂടെ കാടും വീടും കയറി അങ്ങ് ചെല്ലാൻ പറഞ്ഞില്ല. അവിടെ മുതൽ ദൈവം അവനെ ഏറ്റെടുത്തു, അവനെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ബൈബിൾ തുറന്നിട്ട് പറ്റുമെങ്കിൽ 2 വാക്കിൻ്റെ അടിയിൽ വരയിടണം കേട്ടോ. 3-ാം വാക്യം തീരുന്നിടത്ത് വന്ന് പാർത്തു, 4-ാം വാക്യം തീരുന്നിടത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ചു. നിങ്ങൾ തുടങ്ങുന്ന പാതി വഴി നീ തന്നെ സ്വന്തം വിവേകം ഉപയോഗിക്ക്, സ്വന്തം ബുദ്ധി ഉപയോഗിക്ക്, തീരുമാനമെടുക്ക്. ബാക്കി എല്ലാത്തിനും ഭയങ്കര കഴിവുണ്ടല്ലോ. ഈ കാര്യത്തിലും നീ ആദ്യം തീരുമാനിക്ക്. പാതി വഴി നിൻ്റെയാണ്, ബാക്കി വഴി ദൈവത്തിൻ്റെയാണ്. ഞാൻ നിർത്തട്ടെ, ഒന്നുകൂടെ പറയാം. പാതി വഴി നിൻ്റെയാണ്, ബാക്കി വഴി ദൈവത്തിൻ്റെയാണ്. ബാക്കിയൊക്കെ ചിന്തിച്ചു, ഊഹിച്ചു, വിചാരിച്ചു, പ്രാർത്ഥിച്ചു. ഈ ദൂത് നിങ്ങൾക്കുള്ളതാണോ അല്ലയോ ഇല്ലെങ്കിൽ കളഞ്ഞേരെ, ആരെങ്കിലും പാവപ്പെട്ടവരെടുത്തോളും.
ദൈവസന്നിധിയിൽ വിശ്വസിക്ക്. ബാക്കി വഴി ദൈവം നിന്നെ നടത്താൻ പോവുക. നീ പാതി വഴി വന്ന് നിൽക്കുവാണോ? ഇവിടെ വരെ വന്നപ്പോൾ എല്ലാവരും ഉള്ളതോടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണോ? പേടിക്കണ്ട. കർത്താവ് നിന്നെ സെറ്റിൽ ചെയ്യും, കൊണ്ടുവന്ന് പാർപ്പിക്കും. നീ കണ്ടോ, ബാക്കി വഴി ദൈവത്തിൻ്റെയാണ്. പാതി വഴി നിൻ്റെ, ബാക്കി വഴി ദൈവത്തിൻ്റെ. എഴുതി വെച്ചോ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇവിടെ ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന ദിവസങ്ങളുടെ 4-ാം ദിവസം പാതി വഴി വന്ന് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടോ അപ്പാ? അതുകൊണ്ടാണോ കർത്താവ് ഇന്ന് ഈ ദൂത് എനിക്ക് പറയാൻ വേണ്ടി തന്നത്? അടിയങ്ങളോടുകൂടെ ഉപവാസം എടുക്കുന്ന ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ട് അപ്പാ. അവരുടെ ആത്മീകതയുടെ, ജീവിതത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, വാഗ്ദത്തത്തിൻ്റെ ഹാരാനിൽ വരെ അഥവാ പാതി വഴി വരെ അവർ വന്ന് നിൽക്കുവാണോ? കർത്താവിനല്ലേ അറിയുള്ളൂ. ആ പാതി വഴിക്ക് വെച്ച് അപ്പൻ മരിച്ചു പോയതുപോലെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ നഷ്ടങ്ങളോ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടോ ഒക്കെ അവരെ ഇറങ്ങിത്തിരിച്ചിട്ട് നൊമ്പരപ്പെടുത്തി നിർത്തിയിരിക്കുകയാണോ? ഈ ഹാരാന് കൊണ്ട് വഴി തീരില്ലല്ലോ. ഇല്ലല്ലോ അപ്പാ, ഇല്ലല്ലോ. ബാക്കി വഴി എൻ്റെ ദൈവത്തിൻ്റെയാ. അങ്ങവരെ കൊണ്ടുവന്ന് പാർപ്പിക്കും, നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക്. ഒത്തിരി പേരെ ഞാൻ കാണുന്ന അപ്പച്ച ഇത് പ്രാർത്ഥിക്കുമ്പോൾ കൊണ്ടുവന്ന് പാർപ്പിക്കണേ. ദൈവം അനുഗ്രഹിക്കണേ. കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. സ്വർഗം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പാതാരബന്ധത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് കൂടെ ഇരിക്കണം, ഒത്തിരി അനുഗ്രഹിക്കണം. ഇതെല്ലാവർക്കും ഫലിക്കട്ടെ. ദൈവം വിളിച്ചിട്ടും ഇറങ്ങാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം വേണമെങ്കിൽ വന്ന് വിളിക്കട്ടെ, ദൂതം വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ബോധവൽക്കരിക്കണേ അപ്പാ. അവരെ മെസപ്പൊത്യോമിയിൽ തീരല്ലേ, അവർ ഇറങ്ങട്ടെ, ഹാരാൻ വരെയെങ്കിലും എത്തട്ടെ. ബാക്കി ദൈവം ചെയ്യൂലോ. പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.